ഹായ് ഓൾ, CSIR നെറ്റ് കോച്ചിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കോമ്പാക്ട് സെറ്റുമായി റിലേറ്റ് ചെയ്യുന്ന ഒരു റിസൾട്ടും അതുമായി ബന്ധപ്പെടുന്ന ഒരു പ്രോബ്ലമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായത്. ഇവിടെ നമ്മൾ റിയൽ അനാലിസിസിൻ്റെ ക്ലോസ്ഡ്, കോമ്പാക്ട്, അതുപോലെ തന്നെ ഓപ്പൺ സെറ്റ്, കൗണ്ടബിലിറ്റി ഇത്രയും ഭാഗത്തു നിന്ന് വരുന്ന അല്ലെങ്കിൽ ആ ഇത്രയും കാര്യങ്ങൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രോബ്ലമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ പ്രോബ്ലത്തിലേക്ക് വരാം. Let X is a subset of R be an infinite countable bounded subset of R. Which of the following statements is true? ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് ട്രൂ? ഇത് കുറച്ച് ട്രിക്കി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് ട്രൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഉപയോഗിക്കുന്ന വേർഡ്സ് കൂടി കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഓക്കെ, അതിൽ ആദ്യം പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്താ? എക്സ് കനോട്ട് ബി കോമ്പാക്ട്. എക്സ് ഒരിക്കലും ഉണ്ടാവില്ല, കോമ്പാക്റ്റ് ആവില്ല. രണ്ടാമത് എക്സ് കണ്ടെയ്ൻസ് എൻ ഇൻറ്റീരിയർ പോയിന്റ്. എക്സ് എന്തായാലും, അപ്പോൾ എക്സ് കണ്ടെയ്ൻസ് എൻ ഇൻറ്റീരിയർ പോയിന്റ് എന്ന് പറയുമ്പോൾ അവിടെ ആ സ്റ്റേറ്റ്മെൻറ്റ് ഉദ്ദേശിക്കുന്നത് എന്താ? എക്സിന് എന്തായാലും ഒരു ഇൻറ്റീരിയർ പോയിന്റ് ഉണ്ടാവും. മൂന്നാമത്തത് എക്സ് മേ ബി ക്ലോസ്ഡ്. എക്സ് എന്താവാം? ക്ലോസ്ഡ് ആവണം നിർബന്ധമില്ല, പക്ഷെ അങ്ങനെ ഒരു സെറ്റ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ രീതിയിൽ ഇൻഫിനിറ്റ് കൗണ്ടബിൾ ബൗണ്ടഡ് ആയിട്ടുള്ള രീതിയിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ പറ്റും. ഇനി നാലാമത്തത് ക്ലോഷർ ഓഫ് എക്സ് ഈസ് കൗണ്ടബിൾ. ഓക്കെ, അപ്പോൾ ഇതിൽ ഓരോ കാര്യങ്ങൾ എന്താണെന്ന് ആദ്യം ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഇതിൽ കോമ്പാക്ട് എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കോമ്പാക്ട് ആവണമെങ്കിൽ ഏതൊരു ഓപ്പൺ കവർ എടുത്തു കഴിഞ്ഞാലും, ഒരു സെറ്റ് കോമ്പാക്ട് ആവണമെങ്കിൽ അതിൻ്റെ ഏതൊരു ഓപ്പൺ കവർ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ഫൈനൈറ്റ് സബ്സെറ്റ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ സെറ്റിനെ കവർ ചെയ്യാൻ പറ്റും. ഫുള്ളായിട്ട് കവർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്തരം സെറ്റുകളാണ് ആ ഇതിനെ നമ്മൾ എന്ത് വിളിക്കാം? കോമ്പാക്ട് സെറ്റ് എന്ന് വിളിക്കാം. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഇൻഫിനിറ്റ് സെറ്റ് എന്ന് പറയുമ്പോൾ കോമ്പാക്റ്റ് ആണോ അല്ലയോ നമ്മൾക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞിരിക്കുന്ന ഇൻഫിനിറ്റ് സെറ്റ് നമുക്കൊരു റിസൾട്ട് കൂടി അവിടെ നിന്ന് ഓർത്ത് വെച്ചേക്കാം. അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്, ഏതൊരു കോമ്പാക്ട് സ്പേസ് എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ഒരു ഇൻഫിനിറ്റ് സബ്സെറ്റുകൾക്ക് അല്ലെങ്കിൽ ഇൻഫിനിറ്റ് ആയിട്ട് വരുന്ന ഏതൊരു സബ്സെറ്റുകൾക്കും എന്തുണ്ടാവും എന്ന് പറയുന്നത് ഒരു ലിമിറ്റ് പോയിന്റ് ഉണ്ടാവും എന്നുള്ളതാണ് കോമ്പാക്ട് സെറ്റിൻ്റെ കേസിൽ പറയുന്നത്. അപ്പോൾ ആ ഒരു കണ്ടീഷൻ ഇവിടെ നമുക്ക് ഏതെങ്കിലും രീതിയിൽ എടുക്കാൻ പറ്റുമോ നോക്കാം. എക്സ് കനോട്ട് ബി കോമ്പാക്ട്. എക്സ് ഒരിക്കലും കോമ്പാക്ട് ആവില്ല എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ആലോചിക്കാം? എക്സ് ഈ പറഞ്ഞിരിക്കുന്ന ഇൻഫിനിറ്റ് ആയിട്ടുള്ള, കൗണ്ടബിൾ ആയിട്ടുള്ള, ബൗണ്ടഡ് ആയിട്ടുള്ള ആറിൻ്റെ ഒരു സബ്സെറ്റ് കണ്ടുപിടിക്കാൻ പറ്റണം. സച്ച് ദാറ്റ് അത് എന്തായിരിക്കണം? അത് ഒരു കോമ്പാക്ട് സെറ്റ് ആയിരിക്കണം. അപ്പോൾ ഈ കോമ്പാക്ട്നെസ് ഇവിടെ ഇൻഫിനിറ്റ് എന്ന് തന്നത് കൊണ്ട് നിങ്ങൾ എന്തിനെ ബേസ് ചെയ്യാൻ ആലോചിക്കുക? അതിൻ്റെ ലിമിറ്റ് പോയിന്റ് അതിൻ്റെ അകത്ത് തന്നെ ഉണ്ടാവുന്ന രീതിയിലുള്ള ഒരു സെറ്റ് നമ്മൾ ചൂസ് ചെയ്യുക. പക്ഷെ അതെന്തായിരിക്കണം? കൗണ്ടബിൾ ആയിരിക്കണം, അതുപോലെ തന്നെ ബൗണ്ടഡും ആയിരിക്കണം. എപ്പോഴും കൗണ്ടബിൾ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ മൈൻഡിലേക്ക് വരുന്ന സംഭവങ്ങൾ ഏതൊക്കെയാണ്? ക്യൂ എന്ന് പറയുന്ന സെറ്റാണ് അല്ലേ? അതുപോലെ ബൗണ്ടഡ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾക്ക് എപ്പോഴും ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു സെറ്റ് ഓഫ് ഓൾ എൻ സച്ച് ദാറ്റ് എൻ ബിലോങ്സ് ടു എൻ. ഇതെന്ത് തന്നെയാണ്? ഇത് കൗണ്ടബിളും ആണ്, അതുപോലെ തന്നെ എന്താണ്? ബൗണ്ടഡ് ആണ്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു? അങ്ങനെ ഒരു സെറ്റ് ഞാൻ ചൂസ് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ 1/2, 1/3, 1/4 എന്ന ഒരു സെറ്റ് ഞാൻ പരിഗണിക്കുന്നു വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു സെറ്റ് എന്താണ്? ഇൻഫിനിറ്റ് ആണ്, കൗണ്ടബിൾ ആണ്, അതുപോലെ തന്നെ എന്താണ്? ബൗണ്ടഡ് ആണ്. ഇനി ഈ പറഞ്ഞിരിക്കുന്ന സെറ്റിൻ്റെ കോമ്പാക്ട്നെസ്സിനെ പറ്റി നമ്മൾ ആലോചിക്കുന്ന സമയത്ത് ഇത് ഓൾറെഡി എന്ത് കണ്ടീഷൻ ഓൾറെഡി ഹോൾഡ് ചെയ്യുന്നുണ്ട്? ബൗണ്ടഡ് ആണ്. ഇനി എന്തായാൽ മതി? ക്ലോസ്ഡും കൂടി ആണെങ്കിൽ ആറിൻ്റെ സബ്സെറ്റുകൾ യൂഷ്വൽ മെട്രിക്കിൽ കോമ്പാക്റ്റ് ആവണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? അത് ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ആയാൽ പോരെ. അപ്പോൾ ആ ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് എന്ന കൺസെപ്റ്റിലേക്ക് നമുക്ക് വരുന്ന സമയത്ത് അവിടെ ഇതിൻ്റെ ഈ സെറ്റ് ക്ലോസ്ഡ് ആവണമെങ്കിൽ എന്ത് വേണമെന്ന് ആലോചിക്കാം. ഞാനിത് എങ്ങനെയാണ് ഒരു എക്സാമിന് നമ്മൾ എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളൊരു ഇൻഡ്യൂറ്റീവ്ലി പറയാൻ നോക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ തന്നെ മനസ്സിലാക്കാം. അപ്പോൾ 1, 1/2, 1/3 എക്സെട്ര എന്ന് പറയുന്നത് ഈ സെറ്റ് മാത്രം നോക്കിക്കഴിഞ്ഞാൽ ഇതെന്തല്ല? ഇതൊരു ക്ലോസ്ഡ് സെറ്റ് അല്ല. കാരണം ഇതിൻ്റെ ലിമിറ്റ് പോയിന്റ് ഏതാ? ഇതിന് ഒരേ ഒരു ലിമിറ്റ് പോയിന്റ് മാത്രമേ ഉള്ളൂ. ഈ സെറ്റ് നിങ്ങൾ റിയൽ ലൈനിൽ പരിഗണിക്കുകയാണെങ്കിൽ റിയൽ ലൈനിൽ നിങ്ങൾ ഈ സെറ്റിനെ ഓരോന്ന് എടുക്കുകയാണെങ്കിൽ 1/2, 1/3 ഇങ്ങനെ ഇത് എങ്ങോട്ടേക്കാണ് പോവുക? ഇതിങ്ങനെ കൺവേർജസ് ടു 0. ഈ 0ൻ്റെ ചുറ്റുമാണ് ഇതിൻ്റെ എല്ലാ അധിക ആൾക്കാരും എന്ത് ചെയ്യുന്നുണ്ട്? ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അല്ലെങ്കിൽ 0 ഇതിൻ്റെ ലിമിറ്റ് പോയിന്റ് ആണെന്ന് പറയാം. അപ്പോൾ ആ പറഞ്ഞിരിക്കുന്ന കേസിൽ 0 ലിമിറ്റ് പോയിന്റ് ആയതുകൊണ്ട് ഈ സെറ്റ് ക്ലോസ്ഡ് ആവണമെങ്കിൽ അതിലെന്തും കൂടി ആഡ് ചെയ്തേക്കാം? 0 കൂടി ആഡ് ചെയ്തേക്കാം. ഈ സെറ്റിൻ്റെ പ്രത്യേകത എന്താ? ഇത് കൗണ്ടബിൾ ആണ്, ബൗണ്ടഡ് ആണ്, അതുപോലെ തന്നെ ഇൻഫിനിറ്റ് ആണ്, അതുപോലെ തന്നെ ഇതിൻ്റെ ആകെയുള്ള ലിമിറ്റ് പോയിന്റ് ക്ലോസ്ഡ് ആവണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ആ സെറ്റിൻ്റെ ലിമിറ്റ് പോയിന്റ്സ് ഒക്കെ ആ സെറ്റിൽ ഉണ്ടായാൽ പോരെ അല്ല? ഒരു സെറ്റ്, ഒരു എ എന്ന് പറയുന്ന സെറ്റ് എക്സിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സബ്സെറ്റ് ക്ലോസ്ഡ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എയുടെ
ലിമിറ്റ് പോയിന്റ്സ്, എയുടെ ലിമിറ്റ് പോയിന്റ്സ് കംപ്ലീറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് ഏതിലുണ്ടാവണം, എയിൽ തന്നെ ഉണ്ടാവണം. അങ്ങനെയുള്ള സെറ്റുകളെ നമ്മളെന്ന് വിളിക്കുക, ക്ലോസ്ഡ് സെറ്റ് എന്ന് വിളിക്കുക അല്ലേ. അപ്പോൾ ഇവിടെ ഇപ്പം ഈ പറഞ്ഞിരിക്കുന്ന കേസ് നമുക്ക് 1, 1/2, 1/3, 1/4 എക്സെട്ര എന്ന് പറയുന്ന സെറ്റ് യൂണിയൻ 0, അല്ലെങ്കിൽ വേറെ രീതിയിൽ നമുക്ക് എങ്ങനെ ഇതിനെ പറയാം, സെറ്റ് 1/n such that n belongs to n union 0 is a infinite closed countable bounded, അല്ലെങ്കിൽ സിംപ്ലി ബൗണ്ടഡും അതുപോലെ തന്നെ ക്ലോസ്ഡും ആണ്. അതുകൊണ്ട് എന്താണ്, കോമ്പാക്റ്റ് ആണ്. അപ്പം എക്സ് കനോട്ട് ബി കോമ്പാക്റ്റ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് എന്താണ്, തെറ്റാണ്. അതൊരിക്കലും എന്താവണമെന്നില്ല, പ്രൂവ് ആവണമെന്നില്ല. അല്ലാത്തൊരു എക്സാമ്പിൾ എനിക്ക് കിട്ടി. ഇനി എക്സ് കണ്ടെയ്ൻസ് ആൻ ഇന്റീരിയർ പോയിന്റ്. അപ്പോൾ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് ഒരു എക്സാമ്പിൾ കിട്ടിക്കഴിഞ്ഞാൽ ആ എക്സാമ്പിൾ തന്നെ ബാക്കിയുള്ളതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ആലോചിച്ച് നോക്കാം. അപ്പോൾ അടുത്തെന്താ, എക്സ് കണ്ടെയ്ൻസ് ആൻ ഇന്റീരിയർ പോയിന്റ്. എക്സ് എന്ത് കണ്ടെയ്ൻ ചെയ്യുന്ന പറയുന്നത്, ഒരു ഇന്റീരിയർ പോയിന്റ് കണ്ടെയ്ൻ ചെയ്യുന്ന പറയുന്നത്. ഇന്റീരിയർ പോയിന്റ് ആവണമെങ്കിൽ എന്താണ് കണ്ടീഷൻ, എ എന്ന് പറയുന്ന ഒരു സെറ്റ് ഇന്റീരിയർ, അതിനൊരു പോയിന്റ് ഞാൻ എടുക്കുകയാണ്, എക്സ് ബിലോങ്സ് ടു എ എന്ന് പറയുന്നത് ഇന്റീരിയർ പോയിന്റ് ആവണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ പറഞ്ഞിരിക്കുന്ന എക്സ് കണ്ടെയ്ൻ ചെയ്യുന്ന ഏതൊരു നൈബർഹുഡ് എടുത്തു കഴിഞ്ഞാലും, ഏതൊരു നൈബർഹുഡ് നമ്മൾ BX അബ്സലോൺ റേഡിയസിൽ ഏതൊരു നൈബർഹുഡ് ഞാൻ എടുത്തു കഴിഞ്ഞാലും അത് എന്തിൽ കണ്ടെയ്ൻ ചെയ്യണം, ഫുള്ളായിട്ട് എയിൽ കണ്ടെയ്ൻ ചെയ്യണം. ഫുള്ളായിട്ട് എയിലുള്ള സെറ്റാണെന്ന് പറയണം അല്ലേ. ഇനി ഈ സെറ്റിൻ്റെ പ്രത്യേകത എന്താ, നമ്മളിപ്പോൾ ഇവിടെ ഇപ്പോൾ 1 എന്ന് പറയുന്നത് ഒരു ഇൻറ്റീരിയർ പോയിന്റ് ആവുമോ നോക്കാം. ഓക്കെ, കണ്ടെയ്ൻസ് ആൻഡ് ഇൻറ്റീരിയർ പോയിന്റ് എന്നാണ്. അപ്പോൾ 1 എന്ന് പറയുന്നത് എന്താ, 1 എന്ന് പറഞ്ഞ പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അത് കണ്ടെയ്ൻ ചെയ്യുന്ന ഏതൊരു നൈബർഹുഡ് എന്ന് പറയുമ്പം ഈ 1-നും 1/2-നും ഇടയിലുള്ള ഒരു നൈബർഹുഡ് ഞാൻ ചൂസ് ചെയ്തു വിചാരിക്കാം. ഓക്കെ, അത് എടുത്തു കഴിഞ്ഞാൽ ഈ ഇൻ്റർവെല്ലിലുള്ള എല്ലാ പോയിന്റും, ഇഷ്ടംപോലെ പോയിന്റ് ഉണ്ട് അല്ലേ, റിയൽ ലൈൻ കംപ്ലീറ്റ് ഉണ്ട്. മീൻസ് റിയൽ ലൈനിലെ ഈ ഇതിനിടയിലുള്ള എല്ലാ പോയിന്റും ഉണ്ട്. ആ പോയിന്റ് കംപ്ലീറ്റ്ലി ഈ സെറ്റിൻ്റെ ഉള്ളിലുണ്ട് എന്ന് പറയാൻ പറ്റുമോ, ഇല്ല. കാരണം ഈ സെറ്റിൽ 1 കഴിഞ്ഞാൽ അടുത്ത എലമെന്റ് ഏതാ, 1/2, ഒരേ എലമെന്റ് പോലും ഇല്ല 1 അല്ലാത്ത. അപ്പോൾ ഈ നൈബർഹുഡ് ഇതിൻ്റെ അകത്ത് ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു നൈബർഹുഡ് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ 1 എന്തല്ല, 1 എന്ന് പറയുന്നത് ഒരു ഇൻറ്റീരിയർ പോയിന്റ് അല്ല. ഇനി 1/2 ഒരു ഇൻറ്റീരിയർ പോയിന്റ് ആയിരിക്കുമോ, 1/2-നും ഇതേ ഇതല്ലേ. കാരണം 1-നും 1/3-ക്കും ഇടയിലുള്ള ഒരു ഡിസ്റ്റൻസിൽ ഒരു നൈബർഹുഡ്, ആ ഡിസ്റ്റൻസ് എടുക്കണമെന്നില്ല. ഏതൊരു ഓപ്പൺ സെറ്റ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും 1/2 കണ്ടെയ്ൻ ചെയ്യുന്ന ഏതൊരു ഓപ്പൺ സെറ്റ്, എത്ര വലിയൊരു ഓപ്പൺ സെറ്റ് എടുത്തു കഴിഞ്ഞാലും ഇതിൻ്റെ ഉള്ളിൽ കണ്ടെയ്ൻ ചെയ്യുമോ, ആ സെറ്റിൻ്റെ ഉള്ളിൽ കണ്ടെയ്ൻ ചെയ്യില്ല. കാരണം ആ പറഞ്ഞിരിക്കുന്ന ഓപ്പൺ സെറ്റിൽ എന്തുണ്ടാവും, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് നമ്പേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ അൺകൗണ്ടബിൾ നമ്പർ ഓഫ് നമ്പേഴ്സ് ഉണ്ടാവും. ഈ സെറ്റ് എന്താ, കൗണ്ടബിൾ അല്ലേ. അപ്പോൾ അൺകൗണ്ടബിൾ ആയ ഒരു സെറ്റ് കൗണ്ടബിൾ സെറ്റിൻ്റെ ഉള്ളിൽ വരിക എന്ന് പറയുന്നതിന് മീനിങ് ഉണ്ടാവും ഇല്ല. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന സെറ്റിൽ എന്തില്ല, ഒരു പോയിന്റും എന്തല്ല, ഇൻറ്റീരിയർ പോയിന്റ് അല്ല. ഇനി 0ൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാലും അത് തന്നെയല്ല പ്രശ്നം. കാരണം 0ൻ്റെ ഇതെടുത്തു കഴിഞ്ഞാലും ഏതോ നൈബർഹുഡ് എടുത്തു കഴിഞ്ഞാലും ആ നൈബർഹുഡിലുള്ള എല്ലാ എലമെന്റും എന്തിൽ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ സെറ്റിൽ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സ് കണ്ടെയ്ൻസ് ആൻ ഇൻറ്റീരിയർ പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു എക്സാമ്പിൾ പ്രകാരം നമുക്ക് എന്താണെന്ന് കിട്ടി, റോങ് ആണെന്ന് കിട്ടി. ഇനി എക്സ് മേ ബി ക്ലോസ്ഡ്, ഈ വേർഡ് ശരിക്കും ശ്രദ്ധിക്കുക. എക്സ് എന്ന് പറയുന്നത് എപ്പോഴും ക്ലോസ്ഡ് ആണെന്നുള്ള സ്റ്റേറ്റ്മെന്റ് അത് തരുന്നതെങ്കിലോ അവിടെ നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റ് കൂടി ഫോൾസ് ആവും. പക്ഷേ ഇവിടെ എന്താ, എക്സ് മേ ബി ക്ലോസ്ഡ് ഒബിയസ് ആണ്. കാരണം ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന സെറ്റ് ഒരു കോമ്പാക്ട് സെറ്റിന് എക്സാമ്പിൾ അല്ലേ, ആറിൻ്റെ ഒരു കോമ്പാക്ട് സെറ്റിന് എക്സാമ്പിൾ ആണ്. അത് കോമ്പാക്ട് എന്ന് പറഞ്ഞാൽ എന്താ, ക്ലോസ്ഡ് അല്ലേ. അപ്പോൾ ഈ സെറ്റ് എന്താണ്, ക്ലോസ്ഡ് ആണ്. കാരണം ഒരേ ഒരു ലിമിറ്റ് പോയിന്റ് അതിൻ്റെ അകത്തുണ്ട്. അപ്പം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താവാം, ശരിയാവാം. എന്തുകൊണ്ട് മാത്രം, മേ ബി എന്ന വേർഡ് യൂസ് ചെയ്തുകൊണ്ട് മാത്രം. ഇനി ക്ലോഷർ ഓഫ് എക്സ് ഈസ് കൗണ്ടബിൾ, ക്ലോഷർ ഓഫ് എക്സ് കൗണ്ടബിൾ ആവോ എന്നുള്ളത്. ഇതിൻ്റെ കേസിൽ ക്ലോഷർ എന്ന് പറയുന്നത് എന്താ, ലിമിറ്റ് പോയിന്റ് എ യൂണിയൻ അതിൻ്റെ ലിമിറ്റ് പോയിന്റ് എന്ന് പറയുമ്പോൾ എന്ത് മാത്രമേ വരുന്നുള്ളൂ, ഈ 0യും ഈ സെറ്റും തന്നെയാണ് വരിക അല്ല. ക്ലോസ്ഡ് ആയതുകൊണ്ട് അതേ സെറ്റ് തന്നെയാണ് അതിൻ്റെ ക്ലോഷർ വരിക. പക്ഷേ ഈ പറഞ്ഞിരിക്കുന്ന അത് കൗണ്ടബിൾ ആണ്. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ എനിക്ക് അതിന് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഇനി സ്വാഭാവികമായിട്ട് ആലോചിക്കുക, ഇത് നെറ്റിൻ്റെ പാർട്ട് സി ക്വസ്റ്റ്യൻ ആണെങ്കിൽ ചിലപ്പോൾ ഈ ഒരു എക്സാമ്പിൾ കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ജനറലായിട്ട് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആലോചിച്ച് നോക്കുക, ക്ലോഷർ ഓഫ് എക്സ് ഈസ് കൗണ്ടബിൾ എപ്പോഴും അങ്ങനെ ആവണം നിർബന്ധമുണ്ടോ? അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ക്ലോഷർ ഒരു കൗണ്ടബിൾ സെറ്റ്, പക്ഷേ അതിൻ്റെ ക്ലോഷർ അൺകൗണ്ടബിൾ ആവുന്ന ഒരു സെറ്റ് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. ബാക്കി കണ്ടീഷനൊക്കെ വിട്, തൽക്കാലം നിങ്ങൾ കൗണ്ടബിൾ ആയിട്ടുള്ള പക്ഷേ അതിൻ്റെ ക്ലോഷർ അൺകൗണ്ടബിൾ ആയിട്ടുള്ള ഒരു സെറ്റ് നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള നമുക്കറിയാം. ക്യൂ എന്ന് പറയുന്നത് എന്താ, കൗണ്ടബിൾ സെറ്റാണ്. പക്ഷേ ക്യൂവിൻ്റെ ക്ലോഷർ എന്ന് പറയുന്നത് എന്താ, 6 ആണ്, വിച്ച് ഈസ് അൺകൗണ്ടബിൾ ആണ് അല്ലേ. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് ഇതിനുള്ളൊരു എക്സാമ്പിൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കുക. ക്യൂ എന്ന് പറയുന്നത് എന്താ, ഇൻഫിനിറ്റ് ആണ്, കൗണ്ടബിൾ ആണ്, പക്ഷെ ബൗണ്ടഡ് അല്ല. അപ്പോൾ അതിനെ ബൗണ്ടഡ് ആക്കാൻ, ക്യൂവിനെ ബൗണ്ടഡ് ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ഇൻ്റർവെല്ലിലേക്ക് ക്യൂവിനെ റെസ്ട്രിക്ട് ചെയ്താൽ പോരെ. ഇൻ്റർവെല്ലിലേക്ക് റെസ്ട്രിക്ട് ചെയ്യാന്ന് പറയുമ്പോൾ എ ബി എന്ന് പറയുന്ന ഒരു ഇൻ്റർവെൽ ഏത് വേണമെങ്കിലും ആയിക്കോട്ടെ, ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി. ഇനി ഒരു പർട്ടിക്കുലർ എക്സാമ്പിൾ ആയിട്ടാണ് നിങ്ങൾക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ക്ലോസ്ഡ് 0-1 തന്നെ എടുത്തോ. ക്ലോസ്ഡ് 0-1 ഇൻ്റർസെക്ഷൻ ക്യൂ. ഓക്കെ, ഈ സെറ്റിൻ്റെ പ്രത്യേകത എന്താ, ഇതെന്തായാലും ബൗണ്ടഡ് ആയിരിക്കില്ലേ. കാരണം
ഈ പറഞ്ഞിരിക്കുന്ന 0ക്കും 1നും ഇടയിലുള്ള റാഷണൽ നമ്പേഴ്സ് ആണ് അല്ല, റാഷണൽ നമ്പേഴ്സ് മാത്രമാണ്. അപ്പോൾ ഇത് എടുക്കുന്ന സമയത്ത് എന്തായാലും എന്താ കൗണ്ട് ചെയ്യാൻ പറ്റും നമുക്ക്. 0ക്കും 1നും ഇടയിലുള്ള എല്ലാ റാഷണൽ നമ്പേഴ്സ് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും. അത് കൗണ്ടബിൾ ആണ്. അതുപോലെ ഇൻഫിനിറ്റ് അല്ല ഇൻഫിനിറ്റ് എന്നുള്ള രീതിയിൽ തന്നെ കിട്ടും. ഈ പറഞ്ഞിരിക്കുന്ന അത് നമ്മൾ ക്യൂവിൻ്റെ ഡെൻസ്നെസ് പ്രോപ്പർട്ടി ഉപയോഗിച്ച്, ക്യൂ ഡെൻസ് എന്നുള്ളൊരു ക്രൈറ്റീരിയ ഉപയോഗിച്ച് നമുക്ക് എന്ത് പറയാം, ഈ 0ക്കും 1നും ഇടയിൽ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് റാഷണൽ നമ്പേഴ്സ് ഉണ്ടാവും എന്നുള്ളത്. ആ ഡെൻസ് എന്നുള്ളൊരു പ്രോപ്പർട്ടി നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ പ്രൂവ് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ഓർത്ത് വെച്ചേക്കാം, ഈ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ പ്രകാരം അത്രയും എലമെന്റ്സ് ഈ പറഞ്ഞിരിക്കുന്ന 0, 1നും ഇടയിൽ ഉണ്ടാവും. കൗണ്ടബിൾ ആണ്, ഇൻഫിനിറ്റും ആണ്, അതുപോലെ തന്നെ ബൗണ്ടഡും ആണ്. കാരണം 0ക്കും 1നും ഇടയിൽ ഉണ്ടാവുക. പക്ഷേ ഇതിൻ്റെ ക്ലോഷർ എടുത്തു കഴിഞ്ഞാലോ, ഈ പറഞ്ഞിരിക്കുന്ന എക്സ് എന്ന് പറയുന്നത് ഞാൻ ക്ലോസ്ഡ് ഇന്റർവൽ 0, 1 ഇന്റർസെക്ഷൻ ക്യൂ എടുക്കുന്നു. എക്സ് ക്ലോഷർ എന്ന് പറഞ്ഞാൽ എന്താ, ഈ ക്യൂ ഡെൻസ് ആയതുകൊണ്ട് തന്നെ ഈ പറഞ്ഞിരിക്കുന്ന 0ക്കും 1നും ഇടയിലുള്ള ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും അതെന്ത് ചെയ്യും, ഇപ്പോൾ എക്സ് എന്ന് പറയുന്ന ഒരു പോയിന്റ് ഞാൻ ഇതിനകത്ത് ചൂസ് ചെയ്യുന്നു വിചാരിക്കാം. ഓക്കെ, എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് 0, 1 ഇന്റർസെക്ഷൻ ക്യൂ. ഇനി എക്സ് കണ്ടെയ്ൻ ചെയ്യുന്ന ഏതൊരു നൈബർഹുഡ് എടുത്തു കഴിഞ്ഞാലും എക്സ് ബിലോങ്സ് ടു ഈ പറഞ്ഞിരിക്കുന്ന BX എപ്സിലോൺ എന്ന് പറയുന്ന ഏതൊരു നൈബർഹുഡിൽ നിന്ന് എക്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും അതും ക്യാപിറ്റൽ എക്സ് ആയിട്ടുള്ള ഇന്റർസെക്ഷൻ എന്തായിരിക്കും, നോൺ എം ടി ആയിരിക്കും. എന്ന് വെച്ചാൽ ഇതിലുള്ള ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും, റാഷണൽ നമ്പർ എടുത്തു കഴിഞ്ഞാലും ഇറാഷണൽ നമ്പർ എടുത്തു കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ആ പോയിന്റ് അല്ലാത്ത മറ്റൊരു പോയിന്റിൽ കൂടി എന്ത് ചെയ്യുന്നുണ്ടാവും, ഇന്റർസെക്ട് ചെയ്യുന്നുണ്ടാവും. ദാറ്റ് മീൻസ് എക്സ് ക്ലോഷർ എന്ന് പറയുന്നത് നമുക്ക് എൻറ്റയർ ക്ലോസർ 0, 1 കിട്ടും. ഈ ക്ലോസർ 0, 1 കൗണ്ടബിൾ ആണോ, അല്ല, അൺകൗണ്ടബിൾ ആണ്. ദാറ്റ് മീൻസ് ക്ലോഷർ ഓഫ് എക്സ് ഈസ് ഓൾവേസ് എന്താണ്, ഈ കേസിൽ എന്താണ്, അൺകൗണ്ടബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഓപ്ഷൻ എന്തായി, റോങ് ആയി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. എല്ലാ എക്സാമ്പിൾ ജസ്റ്റ് വെറുതെ ഇങ്ങനെ ഉത്തരം പഠിക്കുക എന്നുള്ളതല്ല, നിങ്ങൾ അതിൻ്റെ കൂടെ പോകേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇൻറ്റീരിയർ പോയിന്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞു, ക്ലോസ്ഡ് സെറ്റ് എന്താണെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ക്ലോഷർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. ക്ലോഷർ എന്ന് പറഞ്ഞാൽ ആ സെറ്റും അതിൻ്റെ ലിമിറ്റ് പോയിന്റ്സും കൂടി കൂട്ടിച്ചേർത്തുണ്ടാക്കുന്ന വലിയ സെറ്റിനെ ഞാൻ എന്ത് വിളിക്കുക, ക്ലോഷർ എന്ന് വിളിക്കുക. അപ്പോൾ ആ പറഞ്ഞിരിക്കുന്ന ക്ലോഷർ കൗണ്ടബിൾ ആവോ എന്നുള്ളൊരു എക്സാമ്പിൾ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത ഇത് ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. എല്ലാവരും കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ.